ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഇഷിത അന്തം വിട്ടിങ്ങനെ ചോദിക്കുക, മഹേഷിന് എങ്ങനെ സംഭവിച്ചു? മഹേഷ് സ്വയം നടക്കാൻ ശ്രമിച്ചോ? എടുത്ത് വട്ടം കറക്കണമെങ്കിൽ അതിനുള്ള കരുത്തും ആരോഗ്യമൊക്കെ വേണ്ടേ? അപ്പോൾ ചിപ്പിമോള് പറഞ്ഞു, ഞാനേ ഇത് ആദ്യേട്ടനെ വിളിച്ച് പറയട്ടെ, ഡാഡി ഇപ്പോഴൊന്നും എഴുന്നേക്കില്ല എന്ന് ഇന്ന് സ്കൂളിൽ വെച്ച് കണ്ടപ്പോൾ ആദ്യമായിട്ട് സങ്കടപ്പെട്ട് പറഞ്ഞതാ, ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിമോൾ ഓടിപ്പോയി കേട്ടോ. ഇഷിതയ്ക്ക് വിശ്വസിക്കാൻ പറ്റാതെ ഇങ്ങനെ ഇഷിത നോക്കി നിൽക്കുക. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല, ഇതിപ്പോൾ എന്ത് മിറാക്കിളായി സംഭവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട്. അത് നമ്മളൊന്നായതിൻ്റെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് പതുക്കെ അവളുടെ തോളത്തേക്ക് കൈയെടുത്ത് വയ്ക്കുകയാണ്, അവളെ ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ ചിപ്പിമോൾ ആദ്യം വിളിക്കുകയാണ്. ആ സമയത്ത് രചന അരികിലുണ്ട് കേട്ടോ. ചിപ്പിയെ വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇപ്പോൾ വിളിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും, കാരണം സ്കൂളിൽ വെച്ച് കണ്ടതല്ലേ. മോളിനെടുത്ത് സംസാരിക്കുക. എന്താ ചിപ്പി? ആദ്യമായിട്ടാ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അതെന്താ ഇത്ര ഹാപ്പി ന്യൂസ്? നീ പറ. ഡാഡിയുടെ അസുഖമൊക്കെ മാറിയിട്ടോ. ഡാഡിക്ക് ഇനി എല്ലാവരെയും പോലെ എഴുന്നേറ്റ് നടക്കാം. ഡാഡിക്ക് ഒരു കുഴപ്പമില്ല. സത്യമാണോ നീ പറയുന്നേ? അവനും സന്തോഷമായി കേട്ടോ. അതെ, ഡാഡി ഇവിടെയൊക്കെ ഓടിച്ചാടി നടക്കുന്നുണ്ട്. രജനയാണ് ഒന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഡാഡി സന്തോഷം കൊണ്ട് അമ്മയെ എടുത്തുയർത്തി കറക്കി. ഡാഡിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റുന്നേ? അസുഖം മാറി, അതുകൊണ്ടല്ലേ ഡാഡി നടക്കുന്നത്. എന്താ മോനെ അവൾ പറയുന്നത് എന്ന് രചന ചോദിച്ചപ്പോൾ കാര്യം പറയുകയാണ് കേട്ടോ. രചനയ്ക്കും സന്തോഷമായി. ഡാഡിയുടെ അസുഖമൊക്കെ മാറി മമ്മി. ആദ്യം ഇങ്ങോട്ട് വാ, അപ്പം അറിയാം ഞാൻ പറയണ സത്യമാണോന്ന്. ഞാൻ വെക്കട്ടെ, ഡാഡിയെ കണ്ടിട്ടും കൊതി മാറുന്നില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആദ്യേട്ടൻ പെട്ടെന്ന് വാ. ആദ്യേട്ടൻ വരുമെന്ന് ഞാൻ ഡാഡിയോട് പറയാം, വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ. ഡാഡിയുടെ അസുഖം ഭേദമായി എന്ന് അവൾ പറയാൻ കാരണം എന്താ? ഡാഡി ഇപ്പം കിടപ്പിലായിരുന്നില്ലേ, ഡാഡി നടന്നു തുടങ്ങിയെന്ന് രചന കേട്ട്. സത്യമാണ് ഈ കേട്ടത്? എനിക്ക് ഡാഡി ഒന്ന് കാണണം മമ്മി. ഞാൻ ചെല്ലുന്ന ചിപ്പി ഡാഡിയോട് പറയാൻ പോകുക. അതിനെന്താ മോനെ, നീ ഡാഡി പോയി കണ്ടിട്ട് വാ. നിന്നെ കാണാൻ മഹേഷും ആഗ്രഹിക്കുന്നുണ്ടാകും. ഈ സമയം നീയും അവിടെ വേണം. എൻ്റെ ഡാഡി കിടന്നു പോകുന്നല്ലേ അങ്കിള് പറഞ്ഞത്. ഇപ്പം എന്തായി? മമ്മിയും കൂടെ എൻ്റെ കൂടെ വാ. നമുക്ക് ഒരുമിച്ച് പോകാം. അങ്കിള് വരുന്നതിന് മുമ്പ് നമുക്ക് പോകാം. മമ്മിയും കൂടെ റെഡിയാകുക. രചനയ്ക്കാണെങ്കിൽ അങ്ങ് സന്തോഷമായി കേട്ടോ. രചന ആഗ്രഹിച്ചത് തന്നെയാണ് ഇപ്പോൾ ആദ്യം പറഞ്ഞത്. എൻ്റെ മനസ്സറിയാൻ എൻ്റെ മോന് കഴിയുന്നുണ്ട് എന്ന് രചന ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്. ഇതേ സമയം ഭയങ്കര സന്തോഷത്തിലാണ് പ്രഫുമാഷും പ്രിയാമണിയും സുചിത്രയൊക്കെ. എന്നാലും എൻ്റെ ഇളയമയെ അത്ര കടത്തി പറയാൻ പാടില്ലായിരുന്നു. ആജീവനാന്ത കാലം മുഴുവൻ ഹോസ്പിറ്റലിലായിരിക്കും മഹേഷേട്ടെന്ന്. കൺട്രോൾ കയ്യിൽ നിന്ന് പോയതുപോലെയല്ലായിരുന്നോ ഇളയമയുടെ പോക്ക്? നീ പറഞ്ഞത് ശരിയാ. എൻ്റെ മനോനില തെറ്റാതിരുന്നതന്നെ വലിയ കാര്യം. അപ്പം മനസ്സിനോട് കാണിച്ചത് എന്തായാലും അതിൻ്റെ അവസാന ഘട്ടം തന്നെയാണ് എന്ന് പ്രഫുമാഷ് പറയാണ്. എന്നാലും താനങ്ങനെ ചെയ്യുന്ന ഞാൻ കരുതിയില്ലടോ. മനസ്സിൽ ചെക്കിട്ട് പൊട്ടിച്ചിട്ട് വന്നേക്കുമല്ലേ. സത്യത്തിൽ എൻ്റെ പൊന്നെ പ്രിയാമണി സൂപ്പറാണ് കേട്ടോ എന്നൊക്കെ പ്രഫുമാഷ് പറഞ്ഞു. ഈ ഒരു കാര്യത്തിൽ ഞാനും ഇളയമ്മയുടെ ഭാഗത്താണ്. ഞാനും കൂടി വരേണ്ടതായിരുന്നു. ചാണകവെള്ളം കൊണ്ട് ആ മനസ്സിനെ കുളിപ്പിക്കേണ്ടതായിരുന്നു. അവരോട് ചെയ്യേണ്ടിയിരുന്നതേ അതാ. ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റല്ലേ ചെയ്തത്. എന്തായാലും എൻ്റെ മോൾ ആ വീട്ടിൽ ചെന്ന് കയറാത്തത് മഹാഭാഗ്യം. ഒരു മോൾ അവിടെ കിടന്ന് അനുഭവിക്കുന്നത് ഞാൻ കാണുന്നതല്ലേ. ഞാൻ ചെന്ന് തല്ലു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മാധവനെ കിട്ടാത്തതിൻ്റെ നിരാശയല്ലാന്ന്. അവളോട് 2 വാക്ക് പറയണമെന്ന് കരുതിയത് അവൾ ചെയ്ത കുടുംബം അതൊക്കെ ഓർത്തിട്ടാണ്. അപ്പോൾ പ്രഫുമാഷ് പറഞ്ഞു, കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു, പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി മനസ്സിനെ നമുക്ക് വിടാം. അത് പോട്ടെ. എനിക്കെന്തായാലും മഹേഷിനെ കാണാൻ കൊതിയായി എന്ന് സുചിത്ര പറഞ്ഞപ്പം ഇഷിത വരട്ടെ, നിനക്ക് അങ്ങോട്ട് പോകാം. ആ സമയത്താണ് അഷിത കയറി വന്നത്. ഈ സന്തോഷം അറിഞ്ഞുകൊണ്ടാണ് അഷിതയുടെ വരവ്. മനസ്സിനെ അറിഞ്ഞു തന്നെയാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത്? അവരുടെ സമ്മതം എനിക്കെന്തിനാ? മുഴുവൻ നാണം കെട്ട് പോയില്ലേ. മാധവ് ഇതൊക്കെ നേരത്തെ അറിഞ്ഞായിരുന്നു എന്ന്. അവനത് എന്നോട് പറഞ്ഞില്ല, ബാക്കിയെല്ലാം അവൻ പറയാറുണ്ടായിരുന്നു. അതെങ്ങനെ പറയും, അമ്മയല്ലേ. മാധവിന് തകർച്ച വന്നതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അവൻ മദ്യപിച്ചൊക്കെ ഇപ്പോൾ വീട്ടിലേക്ക് കയറി വരാറ്. എൻ്റെ മുമ്പിലേക്ക് വരാൻ പോലും മടിയാണ്. ലയയ്ക്കും ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. മനസ്സിനെയാണെങ്കിൽ 10 മടങ്ങിയ അവസ്ഥയിലോ ആണ്. മൊത്തത്തിൽ അവർക്ക് എന്തു പറ്റിയെന്ന് എനിക്കങ്ങ് മനസ്സിലായില്ലായിരുന്നു. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ അറിയുന്നത്. വെറുതെ ആയിരുന്നില്ല മനസ്സിനെ അമ്മ ആ ഡോക്ടറെ കാണാൻ ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ സുചിത്ര പറഞ്ഞു, ആ ഡോക്ടറെ വെറുതെ വിടാൻ പാടില്ല. അവരിനി ആരെയും ചികിത്സിക്കരുത്, പബ്ലിക്കിൽ നാറ്റിക്കണം. അപ്പോഴേക്കും പ്രഫുമാഷ് പറഞ്ഞു, അല്ല ഇഷിതയൊന്നും അറിയരുതെന്നല്ലേ
മഹേഷ് പറഞ്ഞത്. ഇഷു ഒന്നും അറിയാതെ എങ്ങനെയാണ് നമ്മൾ പരാതിയൊക്കെ കൊടുക്കുന്നത്? അപ്പോൾ അക്ഷിത പറഞ്ഞു, അമ്മ വിളിച്ച് പറഞ്ഞോണ്ടാ, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇഷിതയെ വിളിച്ചേനെ. എങ്ങനെയാ അമ്മ ഇതൊക്കെ അറിഞ്ഞാൽ ഞാൻ അവളെ ഒന്ന് വിളിക്കാതിരിക്കുക? അമ്മ പറയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കാതിരുന്നത്. എൻ്റെ അനിയത്തി എന്തൊക്കെ അപമാനങ്ങൾ സഹിച്ചു. അവളെ ചതിച്ചിട്ട് മനസ്സിനെ അമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കാത്തവൾ എന്ന് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അറിയാമായിരുന്നിട്ട് കൂടിയല്ലേ ആ സ്ത്രീ അങ്ങനെ പറഞ്ഞത്? എത്ര നീചമായ വാക്കുകളാണ് സ്ത്രീ ഉപയോഗിച്ചത്. ദൈവം അതിനുള്ള ശിക്ഷ കൊടുക്കും. മക്കളെ ഓർത്ത് കണ്ണീരൊഴുകും. അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നമുക്ക് ഈ സങ്കടം ഇത്രയും കാലം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അല്ലേ? അവരൊന്നിച്ച് ജീവിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ എന്നെ ഇഷിതയ്ക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാമായിരുന്നു. അത് മഹേഷിൻ്റെ നാവിൽ നിന്ന് തന്നെ വീണല്ലോ എന്ന് പ്രിയാമണി പറഞ്ഞപ്പോൾ പ്രിയാമണി വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ പേരക്കുട്ടിക്ക് വരാനുള്ള സമയമായിട്ടില്ല. മഹേഷിനെല്ലാം അറിയാം. അവൻ ഈ വിവരം പുറത്ത് വിട്ടത് അതുകൊണ്ടല്ലേ നമ്മുടെ സ്വപ്നം പൂവണിയാൻ പോവാം. അപ്പോൾ അക്ഷിത പറഞ്ഞു, പായസത്തിൻ്റെ പരിപാടി തുടങ്ങിയില്ലേ? പിന്നെ അതൊക്കെ എപ്പോഴേ റെഡി. പായസം 101 പ്രതീക്ഷയല്ല രാമനാഥനും. 2 വീട്ടിലേക്കുള്ള പായസവും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊടുത്താൽ മതി. എൻ്റെ മോൾക്ക് മധുരം കൊടുക്കാതെ എനിക്ക് സന്തോഷം ആഘോഷിക്കാൻ പറ്റുമോ? അല്ല, എന്തിനുള്ള ആഘോഷമാണെന്ന് ഇഷ്ടരീതി ചോദിച്ചാൽ എന്ത് മറുപടി പറയും? മഹേഷ് എഴുന്നേറ്റൻ്റെ സന്തോഷമാണെന്ന് നമ്മളങ്ങ് പറയും. അത് ശരിയാ. എന്നാൽ അവിടെയുള്ളവർക്ക് നമ്മുടെ സന്തോഷം എന്തിനാണെന്ന് അറിയുകയും ചെയ്യാമല്ലോ. ഇഷിതയ്ക്ക് മാത്രമല്ലേ അറിയത്തില്ലാതെ ഉള്ളൂ. ഇല്ല അച്ഛാ, ഞാൻ വരുന്നില്ല. അവളെ വെറുതെ മധുരം കഴിപ്പിച്ച് വിഡ്ഢിയാക്കാൻ എനിക്ക് കഴിയില്ല. എല്ലാവരും അതിൻ്റെ സന്തോഷം അനുഭവിക്കുകയും ചെയ്യും. പാവ ഇഷു. എന്നാൽ പിന്നെ നീ ഇപ്പം അവളെ കാണാതിരിക്കുക നല്ലത്. തിരിച്ചു പോകുമ്പോൾ ഞാൻ അവരെ പോയി കണ്ടോളാം. അല്ലാതെ ഈ സന്തോഷത്തിനിടയ്ക്കും അവളെ ഒന്നും അറിയിക്കാതെ പങ്കുചേരാൻ എനിക്ക് പറ്റില്ല എന്ന് അക്ഷിത പറഞ്ഞു. പായസം എടുക്കാനായിട്ട് പ്രിയാമണിയും പോയി. ഇഷിതേച്ചി നമ്മളൊക്കെ കൂടി പറ്റിക്കുക അല്ലേ എന്ന് സുചിത്ര ചോദിച്ചു. മഹേഷിൻ്റെ മനസ്സിലിരിപ്പ് ഇവർക്ക് അറിയത്തില്ലല്ലോ എന്ന് പ്രഫുമാഷ്. എന്തായാലും ചിപ്പി മോൾക്കും ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുകയാണ് സ്വപ്നവല്ലി. എൻ്റെ ഡാഡിക്ക് നടക്കാൻ പറ്റുന്ന ഞാൻ അച്ചമ്മയോട് പറഞ്ഞതല്ലേ? അച്ചമ്മയ്ക്ക് വിശ്വാസം വന്നില്ലായിരുന്നല്ലോ. കുറേ കാലം കൂടി കഴിയുന്ന അച്ചമ്മ കരുതിയത്. ഇതിപ്പോൾ വലിയ സന്തോഷമായി. മഹേഷ് ഇപ്പം എഴുന്നേറ്റ് വന്നത് ഉറക്കം കഴിഞ്ഞ പോലെ തോന്നുന്നു. അതാ ഇപ്പം ഞങ്ങൾ അത്ഭുതപ്പെടുന്നത്. അപ്പം മഞ്ജിമ പറഞ്ഞു, മഹേഷ് നടക്കാൻ തുടങ്ങിയെന്ന് നിങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാനിതുവരെ കണ്ടില്ല. അതിന് നീ കറങ്ങാൻ പോയതിന് ഞങ്ങളെന്ത് വിളിച്ചു? അവൻ്റെ വരവൊന്ന് കാണേണ്ടതായിരുന്നു. അപ്പം ചെന്ന് നോക്ക്, ഡാഡി റൂമിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അച്ഛയും അമ്മയും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാനെങ്ങനെ പോകും? ഇനി ഇറങ്ങി വന്നിരുന്നെങ്കിൽ കാണാമായിരുന്നു. അതിന് ഡാഡി ഇനി കിടക്കാനൊന്നും പോകണമെന്നില്ലല്ലോ. മഞ്ജിമപ്പച്ചയ്ക്ക് ഇനിയും കാണാം. ആ സമയത്താണ് പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്നത്. ആദ്യേട്ടനായിരിക്കും എന്നും പറഞ്ഞ് പോയി കതക് തുറന്നു. എറണം കെട്ടവളും കൂടെ കെട്ടി എഴുന്നള്ളാതിരുന്നാൽ മതിയായിരുന്നു എന്ന് സ്വപ്നവല്ലി ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. മനസ്സിലല്ല, രാമനാഥനോട് പതുക്കെ പറയുകയാണ്. പക്ഷെ വന്നത് പ്രഭുമാഷും പ്രിയാമണിയും കൂടെ കേട്ടോ. മാഷും പ്രിയാമണിയോ, നമുക്കിന്ന് സന്തോഷമുള്ള ദിവസമാണല്ലോ. അതെ, ദുഃഖം വന്നാൽ സന്തോഷം വരും. കഷ്ടകാല സമയത്ത് നിരാശപ്പെടരുതെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അല്ല, പ്രിയാമണിയുടെ കയ്യിലെന്താ, പായസമാണോ എന്ന് സ്വപ്നവല്ലി ചോദിച്ചപ്പോൾ സംശയമൊന്നും വേണ്ട, പായസം തന്നെയാണ്. വഴിപാട് പായസമാണ്. അതിനിടയിൽ പ്രിയാമണി ക്ഷേത്രത്തിലേക്കും പോയി. ആണോ? അല്ല, ഇഷിത എവിടെ ചിപ്പിമോളെ? അമ്മേ ഡാഡി, ഞാൻ വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പിമോൾ ഓടി അകത്തേക്ക് പോവാം. പ്രിയാമണി വാ, നമുക്കെല്ലാവർക്കും മധുരം കൊടുക്കാം. അങ്ങനെ പ്രിയാമണി സ്വപ്നവല്ലി ചേർന്നിട്ട് പായസം എല്ലാ പാത്രങ്ങളിലേക്കും വിളമ്പാണ്. ഇത് വെറും മധുരമല്ലല്ലോ മാഷേ, ഇരട്ടി മധുരമല്ലേ എന്ന് രാമനാഥൻ മാഷിനോട് ഇങ്ങനെ ചോദിക്കുക. മഞ്ജിമ ഇതൊക്കെ കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. അതെ, നമുക്കിത് ഇരട്ടി മധുരം തന്നെയാണ്. മാഷിൻ്റെ മോളുടെ ജീവിതം മാറാൻ പോവല്ലേ. ഇതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്നാൽ ഇരട്ടി മധുരം എന്ന് പറഞ്ഞേ 2 സന്തോഷം ഒന്നിച്ച് അനുഭവിച്ചു എന്നല്ലേ? ഇഷിതയുടെ ജീവിതം മാറുന്ന എങ്ങനെയാ? അല്ല, ആ വഞ്ചകയെ കാണാനല്ലേ പ്രിയാമണി പോയത്? അവളെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴും അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് മഞ്ജിമ. പ്രിയാമണി വിട്ടുകളയുന്ന രാമനാഥന് തോന്നുന്നുണ്ടോ? മുഖം നോക്കി പൊട്ടിച്ചെന്നാ മടങ്ങി വന്ന് പറഞ്ഞത്. പ്രിയാമണി അത് ചെയ്യും. ക്ഷമിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമാണോ ചെയ്തത്? മഞ്ജിമയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. സത്യത്തിൽ കൊന്നുകളയാ വേണ്ടത് ഇങ്ങനെയുള്ള ജന്മങ്ങളെ. അവളെ കൊന്നാൽ ജയിലിൽ പോകണ്ടേ? അവൾക്കുള്ള ശിക്ഷയെ ദൈവം കൊടുത്തോളും. ഇതാരുടെ കാര്യം ഇവരീ പറയുന്നത്? ഒരു രൂപവും കിട്ടുന്നില്ലല്ലോ. മഹേഷ് എഴുന്നേറ്റത് മാത്രമല്ല ഈ ആഹ്ലാദ പ്രകടനത്തിൻ്റെ കാരണം.
ഈ പ്രിയാമണിയമ്മ ആരെയാ കാണാൻ പോയത്? എന്തൊക്കെയോ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും മഹേഷും ഇഷിതയും കൂടെ വന്നു കേട്ടോ. ചിപ്പിമോള് വിളിച്ചുകൊണ്ട് വന്നു. ആഹാ, കൊള്ളാലോ, മഹേഷിന് ഇനിയിപ്പം ഓഫീസിലൊക്കെ പോയി തുടങ്ങാലോ എന്ന് പ്രഭുമാഷ് പറഞ്ഞപ്പം, അച്ഛാ അതേപ്പറ്റി ഇപ്പോൾ ഓർമ്മിപ്പിക്കരുത്, അതായിരുന്നു ഇതുവരെയുള്ള ചർച്ച. മഹേഷ് എഴുന്നേറ്റ് തന്നെ ഓഫീസ് കാര്യങ്ങൾ ഓർത്താ. ആ, കുറച്ച് ദിവസം കൂടി നിലവിൽ ലീവുണ്ട്, അതുവരെ ഞാൻ ഓഫീസിലേക്കില്ല എന്ന് മഹേഷ് പറഞ്ഞു. ആ സമയത്ത് പ്രിയാമണി പായസമായിട്ട് വന്നു കേട്ടോ. പ്രിയാമണി സ്വപ്നവല്ലിയും കൂടി. ഇനി എല്ലാവരും അല്പം മധുരം കഴിച്ചാട്ടെ. ആ, സന്തോഷം വന്നാൽ അമ്മയ്ക്ക് മധുരം വിട്ടൊരു കളിയില്ല. ഇതിൽ കൂടുതലൊരു സന്തോഷം ഇല്ലല്ലോ അല്ലേ? ആ, കുറേ കയ്പ് നീര് കുടിച്ചതല്ലേ മക്കളെ? ആ, കുറേ കുടിപ്പിക്കുകയും ചെയ്തു. മഹേഷ് എന്നെ കുറിച്ചാ പറഞ്ഞതെന്ന് മനസ്സിലായി. മോനി ഇനി അത് മനസ്സിൽ വെച്ചേക്കല്ലേ? ഇല്ല, ഞാനൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ദാ പായസം കുടിച്ചേ മാഷേ, ദാ ഇത് എന്നും പറഞ്ഞ് ഓരോരുത്തർക്ക് കൊടുക്കുക. ഇപ്പം മധുരം തരേണ്ടതേ ഇഷിത മോൾക്കാ. ഞങ്ങളിത് ഒരുമിച്ച് കഴിച്ചോളാമേ എന്ന് മഹേഷ് പറഞ്ഞു. നല്ല പായസം, ഡാഡി അമ്മയ്ക്ക് കൊടുക്കുക, ഇത് കഴിക്കുക എന്നും പറഞ്ഞ് കൊടുക്കുക. ഞാൻ കഴിച്ചോളാന്നേ എന്ന് മഹേഷിനോട് പറഞ്ഞു. കഴിച്ചോളാന്നേന്ന് മഹേഷിനോട് പറഞ്ഞു. മഹേഷ് കഴിച്ചോ, ഞാൻ വേറെ കഴിച്ചോളാം. ദേ, ആദ്യം തരേണ്ടത് ഈശ്വരയ്ക്കാണെന്ന് ഇവർ പറഞ്ഞത് കേട്ടില്ലേ, കഴിക്കുക. പ്രഭുമാഷും എല്ലാവരും കഴിക്കുമോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇഷിത പതുക്കെ വായ തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ പായസം കോരി കൊടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് മഹേഷ്. മജ്ജിമയ്ക്കാണ് ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ. ഇഷിത തിരിച്ച് മഹേഷിനും പായസമൊക്കെ കോരി കൊടുക്കുകയാണ്. ഇവിടുത്തെ മേളം കണ്ടാൽ തോന്നൂല അവൾക്ക് വിശേഷമുണ്ടെന്ന്. അയ്യോ, അങ്ങനെ ഇഷിതയ്ക്ക് പായസം മഹേഷ് വാരി കൊടുത്തുകൊണ്ട് ഇങ്ങനെ നിന്ന സമയത്താണ് രചന കയറി വരുന്നത്. ആ കാഴ്ച കണ്ടുകൊണ്ട്, ആ കാഴ്ച തന്നെയായിരുന്നു രചന കാണേണ്ട കാഴ്ച. മഞ്ജു മനസ്സിലോർക്കുക, നല്ല ടൈമിങ്, ഇവളുടെ കുറവും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. രചനയാണെങ്കിൽ ഇങ്ങനെ മഹേഷിനെ ഇങ്ങനെ അടിമുടി ഒന്ന് നോക്കുകയാണ് കേട്ടോ, എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടിട്ട്. അപ്പോഴേക്ക് ആദിമോനും വന്നു. ആദിമോനെ കണ്ടതും, വാടാ മോനെ, ഡാഡിക്ക് നടക്കാൻ പ്രയാസമൊന്നുമില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചു വന്നു. ഇല്ലട മോനെ, ഡാഡി ഇപ്പം പഴയതുപോലെയായി, ഡാഡിക്ക് ഒരു കുഴപ്പമില്ല. രചന ആരും വിളിക്കുന്നില്ല കേട്ടോ. രചന വാതൊക്കെ തന്നെ ഇങ്ങനെ നിൽക്കുക. കുറേ നേരം രചന വന്ന് ഈ നിപ്പ് തുടങ്ങിയിട്ട്. ഇഷിത ഒന്ന് നോക്കി, എന്നിട്ട് ചോദിച്ചു, രചന എന്താ അവിടെ നിന്ന് കളഞ്ഞത്, കയറി വാ. അങ്ങനെ ഇഷിത വേണ്ടി വന്നു ഇവളെ ഒന്ന് ക്ഷണിക്കാനായിട്ട്. വേറെ ആരും ക്ഷണിക്കത്തില്ല. എല്ലാവരുടെ മുഖത്ത് കലിപ്പും ദേഷ്യമൊക്കെ കേട്ടോ രചനയുടെ കണ്ടപടി. മഹേഷിന് സുഖമായി എന്ന് മോൻ പറഞ്ഞു. മഹേഷിനെ വന്ന് കാണാനുള്ള ആഗ്രഹം അവൻ പ്രകടിപ്പിച്ചു. അവനെ ഞാൻ കൊണ്ടുവന്നതാ. അപ്പോൾ ആദി പറഞ്ഞു, മമ്മിയെ ഞാനാ കൂട്ടിക്കൊണ്ട് വന്നത്. ആ, അത് നന്നായി. ഡാഡി വീണ് പോയപ്പോൾ സഹായത്തിന് നിൻ്റെ മമ്മി ഉണ്ടായിരുന്നല്ലോ. സഹായിച്ചവരോടെല്ലാം എനിക്ക് നന്ദിയുണ്ട്. താങ്ക് യു രചന. ഇഷിത, രചനയ്ക്കും ആദിക്കും പായസം എടുത്തു കൊടുക്കുക എന്ന് മഹേഷ് പറഞ്ഞ് അങ്ങനെ ഇഷിത പായസം എടുത്തു കൊടുക്കുകയാണ് രണ്ടുപേർക്കും. അങ്ങനെ ആദിക്ക് പായസം കൊടുത്തു. രചന ഇന്ന് എടുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത നോക്കുന്നൊരു നോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ട താങ്ക്സ്, ഞാൻ പോകുന്നതിന് മുമ്പ് കഴിച്ചോളാം. എന്തായാലും വന്നത് പ്രിയാമണിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമുക്ക് പോകാം മാഷേ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണിയും മാഷും അവിടെ നിന്ന് പോവാണ്. മക്കൾ വാ, ഡാഡിയുടെ റൂമിൽ പോയിരുന്ന് പായസം കുടിക്കാം എന്നും പറഞ്ഞ് മഹേഷ് ആദിയെയും ചിപ്പിമോളെയും വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോവാണ്. സ്വപ്നവല്ലിയും ദേഷ്യത്തോടെ അങ്ങ് പോയി. രാമനാഥനും പോയി. രചനയെ ആരും ക്ഷണിക്കുന്നുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ നിൽക്കുകയാണ് രചന ആകെ സങ്കടപ്പെട്ട്. മഞ്ജിമയാണെ പായസം കുടിച്ച് കപ്പ് അവിടെ വെച്ചു. നീ ഇങ്ങ് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രചന മഞ്ജിമയെ വിളിച്ച് ബാൽക്കണിയിലേക്ക് പോവാം. രണ്ട് കുടുംബക്കാരൊത്തുകൂടി മഹേഷിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കുകയാണല്ലോ. സിറ്റുവേഷൻ ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഇഷിതയുടെ അമ്മയുടെ മുഖം ഒന്ന് കാണണം. കടന്നൽ കുട്ടി പോലെ വീർപ്പിച്ചിരിക്കുകയല്ലേ. അവർ പിന്നെ നിന്നെ കണ്ട ഹായ് പറഞ്ഞ് സ്വീകരിക്കുമോ? അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. പിന്നെന്ത് വിഷയമാണ്? മഹേഷ് എഴുന്നേറ്റില്ലേ? വേറെന്ത് വിഷയം? ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്നു ഞാൻ കരുതിയതല്ല. തിരിച്ചടി കിട്ടിയില്ലേ? എനിക്കാ. സഹായിച്ചതിന് മഹേഷ് ഒരു താങ്ക്സ് പറഞ്ഞു. ആ പറച്ചിൽ കേട്ടാലേ അറിയാം അതിൽ മഹേഷിന് വേണ്ടി ഞാൻ ചെയ്തതൊക്കെ അങ്ങ് അവസാനിച്ചു എന്ന്. നീ ഒന്ന് ഓർക്കും മഞ്ജിമേ, ഇനി ഞാൻ എന്ത് പറഞ്ഞ് ഈ വീട്ടിലേക്ക് വരും? അതിനെക്കുറിച്ച് നീ ഇനി ചിന്തിക്കേ വേണ്ട. ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും മഹേഷ് അങ്ങനെ കിടക്കുമായിരുന്നെങ്കിൽ എൻ്റെ പ്രതീക്ഷയും അതുതന്നെയായിരുന്നു. അതിനുള്ളിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തൊക്കെ നടക്കുമായിരുന്നു. എൻ്റെ എല്ലാ പ്രതീക്ഷകളും തകിടം മറിഞ്ഞല്ലോ മഞ്ജിമേ. മോൻ്റെ മുമ്പിൽ അവൻ്റെ ഡാഡി എഴുന്നേറ്റത് കേട്ട് ഞാൻ ചിരിച്ച് നിന്നതേ ഉള്ളൂ. അവളെനിക്ക് പായസം കൊണ്ടുവന്നിരിക്കുന്നു. രചനയെ തോൽപ്പിച്ച മട്ടിൽ ഒരർത്ഥം വെച്ചുള്ള ചിരിയും. മഹേഷ് എഴുന്നേറ്റതറിഞ്ഞ് സന്തോഷിക്കാൻ വേണ്ടിയല്ലേ ഞാൻ വന്നത്. അല്ല,
നിൻ്റെ രോക്ഷപ്രകടനമൊക്കെ കഴിഞ്ഞോ? എന്നാൽ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇവിടെ നടന്ന ആഘോഷപ്രകടനമേ മഹേഷ് എഴുന്നേറ്റൻ്റെ മാത്രമല്ല, പിന്നെ അതല്ലാതെ മറ്റെന്തോ കൂടിയുണ്ട്. ഇവിടെ എന്തോ ഒന്നുകൂടി നടന്നിട്ടുണ്ട്. എന്ത്? ആ എന്തോ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സി ഓക്കെ, താങ്ക് യു.